நாடிமாக புலிவால் மட்டார் சொல்லுன்னே மறுமருந்தி விடெல்லாத்தினும் கப்பேள முக்கு மறுபடி விடெல்லாத்தினும் கப்பேள முக்கு എടാ കുഞ്ഞോനെ, എടാ നിന്റെ കാലിന് എങ്ങനെയുണ്ടോ വേദനയൊക്കെ? നല്ല കുറവുണ്ട്. ആണോ? ഈ പൂട്ടുകുത്ത മെഷീനിലേ ഇപ്പൊ ലൂസായി, ഉടനെ അഴിച്ചു കളയാം. ചേച്ചി ഇതൊക്കെയുണ്ട് വിശേഷം? നല്ലത് തന്നെടാ മോനെ. നിക്കണ്ട, നീ ഇങ്ങോട്ടിരുന്നു. കാലിന് വേദനയുള്ളതല്ലേ? സന്തോഷമായിട്ട് സന്തോഷം. ഇല്ല അതിനുള്ളതൊന്നുമില്ല. ഒന്ന് വിളിച്ചോ. വേണ്ട വേണ്ട, മതി മതി. സന്തോഷായി. ഇത് കുഞ്ഞേട്ടാ, ഒരാള് മരിച്ച ആൾക്കാരെ ഷൂട്ട് കൊണ്ടുവന്നു. ഈ കപ്പേള നമുക്ക് ഇത് തന്നെ. കുഞ്ഞോറീതി ചേട്ടന്റെ ചായക്കട അതും ഇത് തന്നെ. കുഞ്ഞോറീതി ചേട്ടൻ അത് ഞാൻ തന്നെ. ഇത് തന്നെ. അപ്പൊ മറിയക്കുട്ടി ചേർത്തി ഇത് തന്നെ. അല്ല എവിടുന്നാ? എല്ലാം വിശദമാക്കി തരാം, എഴുത്തുണ്ട്. അറിയോ നൗജവാൻ? ഞാൻ കുഞ്ഞുമോൻ. ഇതുവരെ വലുതായിട്ടില്ല. വലുതായിക്കൊണ്ടിരിക്കുന്നു. മിലിറ്ററി മേ കാം കർത്താ ഹൈ. വറീദേട്ടന് അപ്പാപ്പി എഴുതുന്നു, ആരോടും പറയാതെ ഞാൻ അവിടുന്ന് പോകുന്നത് പോട്ട ധ്യാന കേന്ദ്രത്തിലേക്കാണ്. ഒറ്റയ്ക്കുള്ള ജീവിതം മടുത്തു. എന്റെ സ്വഭാവ ഗുണം കൊണ്ട് നാട്ടുകാരെയും വീട്ടുകാരെയും അയൽവക്കംകാരെയും എല്ലാം ഞാൻ വെറുപ്പിച്ചായിരുന്നല്ലോ. പിന്നെ ചെയ്ത കുനിഷ്ഠിനും കുന്നായ്മയ്ക്കും ഒക്കെ പരിഹാരമായി ഇനി ഇവിടെ ഒരു പ്രേക്ഷിതനായി കഴിയാൻ തീരുമാനിച്ചു. പിന്നെ ഒരു പ്രധാന കാര്യം, ഈ വരുന്നയാളാണ് ചാച്ചപ്പൻ. ഞാൻ എന്റെ ഒരു ബന്ധുവാ. കുറച്ചുകാലം അവിടെ കാണും. നാട്ടിൽ ഞാനുണ്ടാക്കിയ വിടവ് ചാച്ചപ്പൻ നികത്തിക്കൊള്ളും എന്ന് ഞാൻ ആശിക്കുന്നു. പ്രാർത്ഥനയോടെ സ്വന്തം അപ്പാപ്പി. പോയപ്പോ കരിഞ്ചിപ്പട്ട. എന്നാ ചാച്ചപ്പ കാര്യം ചെയ്ത് ഇങ്ങോട്ടിരിക്കും. മറിയേ, നമ്മുടെ അപ്പാപ്പിക്കുള്ള പതിവ് പോലെ ഒരൊറ്റ ചായ എടുത്ത് ഇങ്ങോട്ട് കൊടുത്തേ. ആയിക്കോട്ടെ. ഇതങ്ങോട്ട് വെച്ചു. ചേട്ടോ, ഇപ്പൊ ഒരു പെണ്ണുമ്പിള്ളയും ഒരു കൊച്ചും കൂടി അങ്ങോട്ട് പോയല്ലോ. അവരേതാ? അതിവിടെ അടുത്തുള്ളതാ. ആ ഇല്ലിക്കാട്ടിലെ ബെന്നിയുടെ ഭാര്യയും കൊച്ചുവാ. ബെന്നിയാണ് കഴിഞ്ഞ വർഷം അങ്ങ് മരിച്ചും പോയി. ഇപ്പൊ പോയ അമ്മയും കൊച്ചുവല്ലേ. എന്താ ചോദിച്ചേ? അല്ല, ആ കൊച്ചു കിടന്നോണ്ട് കരച്ചില് തന്നെ കരച്ചില്. അള്ളയുടെ പേർക്ക് ഒരു 5-6 അടി. അപ്പൊ ഞാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അവര് വേലയ്ക്ക് പോകുന്ന വീട്ടിൽ ഒരു സൈക്കിള് കണ്ടു. അതുപോലെ ഒരെണ്ണം ഈ കൊച്ചിന് മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാ കരച്ചില്. ഞാനിതെങ്ങനെ മേടിച്ചു കൊടുക്കണം പറഞ്ഞാൽ പെണ്ണുമ്പോൾ ഒരു ഒറ്റയാണ്. എടി മറിയേ, എടി അവളാ കുന്നേലെ വീട്ടിലല്ലേ പണിക്ക് പോകുന്നത്? ആ കുടുംബം അനസിയും കുടിച്ചും പോണ്ട അവളുടെ പണി കൊണ്ടാ. ഇന്ന് ശനിയാഴ്ചയല്ലേ, അപ്പൊ അതുകൊണ്ട് ചിലപ്പോ സ്കൂളുണ്ടാവില്ല. അപ്പൊ കൊച്ചിനെ ചിലപ്പോ അവള് കൂടെ കൂട്ടിയിട്ടുണ്ടാവും. അവിടുന്ന് ആ കൊച്ച് ആ സൈക്കിൾ കണ്ടു കാണും. അല്ല, കുന്നേലെ പിള്ളേര് 5-ലും 6-ലൊക്കെ ആണല്ലോ. പിന്നെ അവർക്ക് മുച്ചക്ര സൈക്കിളിന്റെ ആവശ്യം എന്താ? അതേടാ, വേണമെങ്കിൽ അവർക്ക് ആ കുട്ടിക്ക് ആ സൈക്കിൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. അർത്ത് ചാച്ചപ്പ എന്നാ പറയാനാ, ഈ പറയുന്ന കുന്നേക്കാർക്ക് ഇട്ട് മൂടാനുള്ള സ്വത്തുണ്ട്. ആ സൈക്കിൾ അവിടെ നിന്ന് തുരുമ്പെടുത്ത് പോകാതെ ആ കൊച്ചിന് കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി കാണിച്ചാൽ മതിയായിരുന്നു. നമ്മളൊക്കെ എന്നാ അഭിപ്രായം പറയാനാ? ഇത് സൈക്കിള്. ഇതിനേക്കാളും വിലപിടിപ്പുള്ള എത്രയോ സാധനങ്ങൾ ഓരോ വീട്ടിൽ ഇരുന്ന് തുരുമ്പടിച്ചു പോകും. അതിന്റെയൊക്കെ വില അറിയുന്നവര് അതില്ലാത്തവരാ. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തിരക്കും അവനവന്റെ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കാത്ത പോയതായി. ഇപ്പൊ എന്റെ കാര്യം തന്നെ നിങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. എന്തുവാടാ സൈക്കിളിന്റെ കാര്യം? സത്യം, 5-ാം ക്ലാസ്സിൽ വെച്ച് എന്റെ അപ്പം മേടിച്ചു തന്ന ഒരു ഹീറോ സൈക്കിൾ തട്ടുംപുറത്തിരിക്കുക. മേടിച്ചപ്പോ പുതുപുത്തനായിരുന്നു, പച്ച കളറ്. അവർക്ക് കൊടുത്താലോ? ഇനിയിപ്പൊ നീ അത് അവർക്ക് കൊടുക്കണ്ട. കാലഹരണപ്പെട്ടതല്ല എടുത്തു, വല്ല ആക്രി കച്ചവടക്കാർക്കും കൊടുക്ക്. അവർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. ദാനം ചെയ്യുകയാണെങ്കിലും നല്ല വസ്തുക്കളെ ദാനം ചെയ്യുക. കിട്ടുന്നവർക്ക് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകണം. നമ്മളൊന്ന് മനസ്സ് വെച്ചാ ഈ വക സാധനങ്ങള് അർഹിക്കുന്നവർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഉള്ളവനറിയില്ല ചേച്ചി ഇല്ലായ്മയുടെ നൊമ്പരം എന്ന് കരുതി ഉള്ളവനെല്ലാം എങ്ങനെയാണെന്ന് ഒരഭിപ്രായവും എനിക്കില്ല. ഇതിപ്പോഴേ ചാച്ചപ്പോ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. നമ്മളുടെ ആവശ്യം കഴിഞ്ഞതോ
ആവശ്യത്തിൽ കൂടുതലോ ആയിട്ടുള്ള സാധനങ്ങള് അത് അർഹിക്കപ്പെടുന്നവന് കൊടുക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സുഖമില്ലയോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ ഇതൊരു പുണ്യപ്രവൃത്തിയും കൂടാണെന്നാ എന്റെ പക്ഷം. അതേന്നെ, ദാനമായി കിട്ടണത് മേടിക്കേണ്ടി വരുമ്പോ ആത്മാഭിമാനമുള്ളവന് തനിക്കൊരു കുറവുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവാം. പക്ഷെ കൊടുക്കണവന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഉണ്ട് അതില്. അത് ദൈവീകമായ സന്തോഷം തന്നെയാ. രണ്ടുള്ളവൻ ഒന്നുമില്ലാത്തവൻ ഒന്ന് കൊടുക്കട്ടെ. ആ കൊടുക്കൽ അഹന്ത നിറഞ്ഞതോ തന്റെ പ്രൗഢി കാണിക്കാനോ ഉള്ള പ്രവൃത്തിയാകരുതെന്ന് മാത്രം. തീക്ഷ്ണമായ ദൈവസ്നേഹത്താലും ഉപാധികളില്ലാത്ത പരസ്നേഹത്താലും നിറഞ്ഞതായിരിക്കണമെന്ന് മാത്രം. അപ്പോ ദൈവസന്നിധിയിൽ അതിന് കണക്കുണ്ടാവും.